ഹായ് ഓൾ വൈഷ്ണവാണ്. നമ്മൾ ഇന്ന് തൊട്ട് ഇ ഓഫീസ് ട്യൂട്ടോറിയൽസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മിക്കവാറും ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഇ ഓഫീസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇ ഓഫീസിലേക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇ ഓഫീസിൽ കയറണമെങ്കിൽ നമുക്കൊരു ഗവൺമെന്റ് മെയിൽ ഐ ഡി വേണം. അതിന് നമ്മുടെ എസ്റ്റാബ്ലിഷിംഗ് സെക്ഷൻ ക്ലർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കുക. ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ അതിൻ്റെ മെയിൽ ഐ ഡിയും പാസ്വേഡും അയച്ചു തരും. മെയിൽ ഐ ഡി എപ്പോഴും നമ്മുടെ പേര് .പെൻ നമ്പർ @kerala.gov.in ആയിരിക്കും. അതിനുശേഷം നമുക്ക് സെക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ആ സെക്ഷന്റെ ഡീറ്റെയിൽ ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള ഇ ഓഫീസ് ഐ ഡി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ഇ ഓഫീസ് ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ, അതായത് മെയിൽ ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് email.gov.in എന്ന വെബ്സൈറ്റിൽ കയറി പാസ്വേഡ് റീസെറ്റ് ചെയ്യണം. പാസ്വേഡ് റീസെറ്റ് ചെയ്ത് നമുക്ക് അപ്പം തന്നെ മെയിൽ ഐ ഡിയിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇ ഓഫീസ് ഐ ഡിയിലോട്ട് കയറണമെങ്കിൽ 1.5 മണിക്കൂർ വരെ ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഓഫീസിലോട്ട് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു പക്ഷേ ആദ്യം കയറുമ്പോൾ നോ റെക്കോർഡ്സ് ഫൗണ്ട് എന്നൊക്കെ കാണിക്കും. അപ്പം നിങ്ങൾ email.gov.in കയറി ചെയ്തതിനു ശേഷം അതിനകത്ത് kavach.mail.gov.in എന്നുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്. എക്സ്റ്റേണൽ ലിങ്ക് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇ ഓഫീസ് ഐ ഡിയും റീസെറ്റ് ചെയ്ത പാസ്വേഡും കൊടുത്ത് ലോഗിൻ ബട്ടൺ കൊടുക്കുമ്പോൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ OTP വരും. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലോഗിൻ ആയി. അതായത് ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് വെരിഫൈ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ലോഗിൻ ആവും. ലോഗിൻ ആയതിനു ശേഷം നിങ്ങൾ ഇ ഓഫീസിന്റെ, അതായത് നമ്മൾ ഇ ഓഫീസ് ആക്സസ് ചെയ്യുന്നത് പരിച വഴിയാണ്, പരിച.nic.in. അതിനകത്ത് കയറി നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് താഴെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, ഐ കൺസെന്റ് ടു ആക്സസ് ഇ ഓഫീസ് എന്നുള്ളൊരു ചെക്ക് ബോക്സ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ താഴെ നെക്സ്റ്റ് കൊടുത്താൽ അവിടെ വീണ്ടും OTP വരും. ആ OTP കൊടുത്ത് അതിൻ്റെ താഴെ 2 ചെക്ക് ബോക്സുകളുണ്ട്. രണ്ടാമത്തെ ചെക്ക് ബോക്സ് ആയിട്ടുള്ള നെവർ ആസ്ക് OTP ടുഡേ എന്നുള്ളൊരു ചെക്ക് ബോക്സ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ദിവസം നിങ്ങൾക്ക് എപ്പോൾ ലോഗിൻ ചെയ്യുമ്പോഴും OTP ചോദിക്കില്ല, ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇന്റർഫേസ് കിട്ടും. ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് നമുക്ക് ഈ ഓഫീസിന്റെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കാണിക്കാൻ വേണ്ടി ഒരു ഡെമോ സൈറ്റ് IT മിഷൻ നമുക്ക് വേണ്ടി തയ്യാറാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് പോവുകയാണ്. അതിനകത്ത് വന്നാൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് വരുന്ന പേജിലേക്കാണ് വരുന്നത്. നമുക്ക് മറ്റുള്ള ഡയറക്റ്റ് നമുക്ക് കിട്ടുന്ന ഈ ഓഫീസ് ആക്സസ് കാണിക്കാനുള്ള പരിമിതികളുണ്ട്. അപ്പോൾ നമുക്ക് ഡെമോ സൈറ്റിലോട്ട് കയറാം. ഞാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ബ്രൗസർ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഫയർഫോക്സ് യൂസ് ചെയ്യാം. ഞാൻ ഇന്നിവിടെ വിൻഡോസ് പ്ലാറ്റ്ഫോമിൽ NVIDIA ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഉബുണ്ടുവിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, പക്ഷേ കുറച്ചും കൂടെ ആക്സസിബിൾ ആയിട്ടുള്ളത് വിൻഡോസിലാണ്. ഞാൻ ഫയർഫോക്സ് എടുക്കുകയാണ്. FS Reader 3.F Firefox 34 of 35. ഓക്കെ, ഞാൻ എൻ്റർ ചെയ്യുന്നു. Frame. ഇവിടെ ഞാൻ നമുക്ക് ഡെമോ സൈറ്റ് കിട്ടിയിട്ടുള്ള വെബ്സൈറ്റ് എൻ്റർ ചെയ്യാണ്. FISF7 training.kerala.ef collapsed. List with one item button settings out of list. ഇവിടെ നമുക്ക് Banner landmark. ഞാൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്തുകൊണ്ട് ഇന്ന് സൈൻ ഇൻ ചെയ്തുകൊണ്ട് ഇവിടെ എക്സ്പയർ ആയതുകൊണ്ട് Continue to login button. കൺട്രോൾ ഹോം അടിച്ച് ടാബ് ചെയ്തപ്പോൾ കണ്ടിന്യൂ ടു ലോഗിൻ കിട്ടി. ഞാൻ എൻ്റർ ചെയ്യുന്നു. eOffice busy. Click. അപ്പോൾ പരിചയുടെ Friday, May 16. നോക്കാം. ഞാൻ ടൈറ്റിലും ചെക്ക് eOffice Mozilla Firefox. ഈ ഓഫീസ് മൊസില്ല ഫയർഫോക്സ് എന്ന് പറയുന്നുണ്ട്. ഞാനൊരു ബട്ടൺ, അതായത് ബട്ടൺ ആയിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്കിതിൽ അസൈൻ ചെയ്തിട്ടുള്ളത്. B പ്രസ് ചെയ്യാണ്. Parache button. പരിചയ ബട്ടൺ കിട്ടി. എൻ്റർ ചെയ്യുന്നു. Busy. eOffice portal. Clickable. നിങ്ങൾ Alert the albums you create are shown here. നോർമലി ഒരു
ഈ ഓഫീസിന്റെ ഇതിനകത്ത് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന പേജ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമുക്ക് ഇതിന്റെ ടൈറ്റിൽ ഒന്ന് ചെക്ക് ചെയ്യാം. eOffice portal Mozilla Firefox. ഈ ഓഫീസ് പോർട്ടൽ എന്നാണ് പറയുന്നത്. ഞാൻ ഒരു മിനിറ്റ് Speak command keys. ഇവിടെ കൺട്രോൾ ഹോം അടിച്ച് മുകളിലോട്ടുള്ളത് ഞാൻ ഡൗൺ ഏരോ പ്രസ് ചെയ്തുകൊണ്ട് കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങൾക്ക് എന്താണെന്നുള്ളത് വ്യക്തമാക്കി തരാം. Control plus home. Out of list visited link graphic file logo. അവിടെ മേലെ ഒരു ലോഗോ Down കൊടുത്തിട്ടുണ്ട്. arrow. Graphic department logo. ഡിപ്പാർട്ട്മെന്റ് Down ലോഗോ. arrow. eOffice training instance Kerala. ഹെഡിങ് ആയിട്ട് Down കൊടുത്തിരിക്കുകയാണ്. arrow. Government of Kerala. Down arrow. Button graphic user profile. Down arrow. Button A plus. ഇവിടെ ആക്സസിബിലിറ്റി ലിങ്കുകൾ Down കൊടുത്തിട്ടുണ്ട്. arrow. Button A. Down arrow. Button A. Down arrow. Link button help. Down arrow. Complementary landmark button collapsed left side menu toggle. ഇവിടെ ഫസ്റ്റ് തന്നെ ലെഫ്റ്റ് സൈഡ് മെനു ടോഗിൾ. നമ്മുടെ ഈ ഇന്റർഫേസിൽ മുകളിൽ ഒരു 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 ലെഫ്റ്റ് സൈഡിൽ ഇതിനകത്ത് ലെഫ്റ്റ് സൈഡ് ടോഗിൾ എന്നാണെന്ന് പറയുന്നത്, പക്ഷെ റൈറ്റ് സൈഡിലാണ് ആ മെനു കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് താഴെയായിട്ട് അതിന്റെ ഷോർട്ട് കട്ട്സും കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഡൗൺ ഏരോ പ്രസ് Down ചെയ്യുന്നത്. arrow. Primary navigation landmark list with 8 items visited link graphic home. ഇവിടെ ലാൻഡ്മാർക്ക് ആയിട്ട് പ്രൈമറി നാവിഗേഷൻ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. Down arrow. Visited link home. ഹോം Down ഉണ്ട്, arrow. Visited link graphic e file. ഈ ഫയൽ. ഇതിനകത്താണ് നമ്മൾ ഈ ഒരു ഇന്റർഫേസിൽ ആദ്യമായിട്ട് കയറും. നമ്മൾ ഫയലുകൾ റെസീറ്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും, അതായത് റെസീറ്റ് എന്ന് പറയുന്നത് നമ്മൾ തപാലില് ഫിസിക്കൽ ഫയലായപ്പോൾ തപാലിൽ വരുന്നു. തപാലിൽ വരുന്നത്, അതായത് തപാലിൽ വരുന്ന ഫയലുകൾ ആദ്യം നമ്മൾ എന്ത് വിളിക്കുന്നു, നമ്പർ ചെയ്യുന്നവരെ അതൊരു തപാലാണ്. നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ഫയലായി. അങ്ങനെയല്ലേ? അതുപോലെ ഇവിടെ റെസീറ്റ് ആണ്. റെസീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഫയലിലാണ് കയറുന്നത്. അവിടെ നമുക്ക് കുറെ വേറെ മെന്യൂസ് ഉണ്ട്. ഇവിടെ ഡൗൺ ഏരോ പ്രസ് Down ചെയ്യും. arrow. Visited link e file. ഈ ഫയൽ Down arrow. Link graphic KMS. Down arrow. Link KMS. Down arrow. Link graphic other services. അതർ സർവീസസ് Down arrow. Link other services. Down arrow. Link graphic to do list. ടു ഡു ലിസ്റ്റ്. Down arrow. Link to do list. Down arrow. Link graphic task. Down arrow. Link task. ടാസ്ക് Down arrow. Link graphic notes. Down arrow. Link notes. Down നോട്ട്സ്, arrow. Link graphic download forms. Down arrow. Link download forms. ഡൗൺലോഡ് ഫോം, Down arrow. Out of list main landmark list with 2 items quote of the week. കോട്ട് ഓഫ് ദ വീക്ക്. Down arrow. Strength does not come from physical capacity. It comes from an indomitable will. Mahatma Gandhi. അവിടെ ഒരു മഹാത്മാഗാന്ധിയുടെ ഒരു വചനങ്ങൾ Down കൊടുത്തിട്ടുണ്ട്. arrow. Out of list link button translation service. ട്രാൻസ്ലേഷൻ സർവീസ്, ഇത് പുതിയ അപ്ഡേറ്റിലാണ്, ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ വന്നിട്ടുള്ളതാണ്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിൽ വന്നിട്ടുള്ള ഒരു ഡെമോ സൈറ്റ് ആണ്. Down arrow. Button collapsed English. Down arrow. Button collapsed CLK3 KFD clerk. ഇവിടെ നമ്മൾ ഇപ്പം ഡെമോ സൈറ്റ് ആണ്. CLK3 KFB ക്ലർക്ക് എന്നുള്ള രീതിയിലൊരു ഇതാണ്. നോർമലി നിങ്ങൾക്ക് അവിടെ വരുന്നത് നിങ്ങളുടെ പേരും നിങ്ങളുടെ സെക്ഷൻ നെയിമും ആയിരിക്കും. ഇപ്പം ഞാൻ A1 ക്ലർക്ക് ആണെങ്കിൽ വൈഷ്ണവാർ A1 എന്നാണ് കാണിക്കുക. ഓക്കെ, Down arrow. Button collapsed 0. അവിടെ ഒരു കൊലാപ്സ് ബട്ടൺ ഉണ്ട്, 0 Down arrow. Tab selected graphic icon FLE file. ഈ ഫയൽ Down ഉണ്ട്, arrow. Tab graphic icon FL receipts. റെസീറ്റ്സ് ഉണ്ട്, Down arrow. ഫയൽ Button. റെസീറ്റ്സ്. പിന്നെ ഒരു അൺലേബിൾ ബട്ടൺ ആണ്, എന്താണെന്നുള്ള Down അറിയില്ല. arrow. Button. വീണ്ടും Down ബട്ടൺ arrow. ആണ്, Graphic icon KMS. Down KMS arrow. ഉണ്ട്. Heading level 3 notice board. ഒരു ഹെഡിങ് ആയിട്ട് നോട്ടീസ് ബോർഡ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു അഡ്മിൻ ഉണ്ടാവും. ആ അഡ്മിൻ തരുന്ന മെസ്സേജസ് എല്ലാം ഈ നോട്ടീസ് ബോർഡിലാണ് വരുന്നത്. Down arrow. Button link. Down arrow. Button clickable. Down arrow. Button collapsed graphic department notice board. കണ്ടോ, ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് ബോർഡ്. ഈ ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് ബോർഡിലാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഈ ഓഫീസിന്റെ ഒരു അഡ്മിൻ ഇതുണ്ടാവും. ആ അഡ്മിൻ കൊടുക്കുന്ന മെസ്സേജസ് എല്ലാം ഇവിടെയാണ് വരുന്നത്. Down arrow. Graphic warning. Down arrow. No record found. കണ്ടോ, വാണിംഗ്, നോ റെക്കോർഡ് ഫോണ്ട്. ഇപ്പൊ നിലവിൽ ഇതിനകത്ത് നമുക്ക് ഒരു റെക്കോർഡ്സ് അവൈലബിൾ അല്ല, അല്ലെ? Down arrow. Blank. Down arrow. Heading level 3 gallery. ഗാലറി ഉണ്ട്, Down arrow. Button clickable. Down ഗാലറിക്കകത്താണ്. arrow. Graphic warning. Down arrow. The albums you create are shown here. അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും. ഇപ്പോൾ മിനിസ്റ്റർ വന്നു, ഒരു
ഇവന്റ് ഇനോഗ്രേറ്റ് ചെയ്ത് പോയി. അത്തരം കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഇവിടെ വന്നേക്കാം. Down arrow. Graphic icon calendar. പിന്നെ കലണ്ടർ Down കൊടുത്തിട്ടുണ്ട്. arrow. Heading level 3 to do list. അവിടെയാണ് ഡു ലിസ്റ്റ്, ടു ഡു Down ലിസ്റ്റ്. arrow. Clickable search. Down arrow. Button. അവിടെ ഒരു സെർച്ച് ബട്ടൺ Down ഉണ്ട്. arrow. Button. Down arrow. Button. Clickable refresh. റിഫ്രഷ് ചെയ്യാനുള്ള Down ഓപ്ഷൻ arrow. ഉണ്ട്. Graphic warning. Down arrow. No record found. അവിടെ നിലവിൽ നോ റെക്കോർഡ്സ്. Down arrow. Button. Down arrow. List with 4 items. Link graphic teams. Down arrow. Link teams. ടീംസ് എന്ന് പറഞ്ഞ് Down കൊടുത്തിട്ടുണ്ട്. arrow. Link graphic directory. Down arrow. Link directory. ഡയറക്ടറി, അതായത് നമ്മുടെ ഫുട്ടർ പേജ് ആണത്. Down arrow. Link graphic events. Down arrow. Link events. Down arrow. Link graphic contacts. ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ പലതും ഗ്രാഫിക്സ് ആയിട്ടാണ് മെയിൻ പേജിൽ കൊടുത്തിരിക്കുന്നത്. കുറെ ബട്ടൺസ് ഉണ്ട്, ഹെഡിങ്ങും ഉണ്ട്, ലാൻഡ് മാർക്സ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. എവിടെയൊക്കെയാണ് ലാൻഡ് മാർക്ക് വന്നിട്ടുള്ളത്, അതായത് പ്രൈമറി നാവിഗേഷനിലും ലെഫ്റ്റ് സൈഡ് നാവിഗേഷനിലും ഒക്കെ ലാൻഡ് മാർക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയും. അതുപോലെ ഗാലറി, ഇവന്റ്സ് മീൻസ് നമ്മുടെ നോട്ടീസ് ബോർഡ്, ഗാലറി, അതുപോലെ കലണ്ടർ, ഇതൊക്കെ ഹെഡിങ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, Down arrow. Link contacts. Down arrow. Out of list. List with 2 items. Link graphic Facebook. കോണ്ടാക്ട്സ് കഴിഞ്ഞാൽ അവിടെ Down arrow. ഫേസ്ബുക്ക്, Link graphic Twitter. Down arrow. Out of list graphic NIC bilingual logo e-office's mission mode project under the National e-governance plan developed. Down arrow. And implemented by National Informatics Center copyright 2009-2025 OFI 8.0. ഇത് ഇതിന്റെ ഫൂട്ടർ പേജ് Down ആണ്. arrow. And implemented by National Informatics Center copyright 2009-2025 OFI 8.0. അപ്പൊ ഈ ഫസ്റ്റ് പേജിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു റെസീറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്, അല്ലെ? അതായത് നമുക്ക് ഒരു തപാല് വന്നു, തപാല് ഫിസിക്കലായിട്ട് വന്നു, ഒരു സ്പീഡ് പോസ്റ്റ് ആയിട്ട് ഒരാൾ ഒരു സംഭവം നമുക്ക് അയച്ചു തന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിനെ സ്കാൻ ചെയ്യണം. അപ്പൊ സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഒരു പക്ഷേ തപാലിലിരിക്കുന്ന ഒരു ക്ലർക്ക് ആണെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് സ്കാൻ ചെയ്യുക. കളറിൽ ഒരിക്കലും സ്കാൻ ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെലക്ട് ചെയ്യുക. ഒന്നുകിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നായിരിക്കും, അല്ലെങ്കിൽ ഗ്രേ സ്കെയിൽ എന്നായിരിക്കും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് സ്കാനർ ഓപ്ഷൻസിനകത്ത് കാണാൻ കഴിയും. അതുപോലെ DPI റെസൊല്യൂഷൻ നമുക്ക് നോർമലി DPIയിലാണ് പറയുന്നത്. ആ DPI 100 and 200 ഇടയിൽ വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്കാൻ ചെയ്ത ഫയൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യാൻ കഴിയുള്ളൂ. കാര്യം മാക്സിമം 20 MB ആണ് നമുക്ക് ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളൊരു 1000 DPIയിൽ ഒരു ഫയൽ സ്കാൻ ചെയ്താൽ അത് ഒരു പേജ് തന്നെ ചിലപ്പം 5 MB 10 MB സൈസ് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് 2 പേജ്, ഒരു 10 പേജുള്ള സാധനമാണെങ്കിൽ 50 MB മേലെ വരും. അപ്പോൾ നമുക്കത് ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ DPI എപ്പോഴും DPI എന്ന് പറയുന്നത് റെസൊല്യൂഷൻ എപ്പോഴും 100-ന്റെയും 200-ന്റെയും ഇടയിൽ വെക്കുക. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സ്കാൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യും, ഒരു റെസീറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, നമ്മൾ തപാലിൽ നമ്പർ ഇട്ട് ഫയൽ ആക്കുന്നത് എങ്ങനെയാണ് ഫിസിക്കലായിട്ട് ചെയ്യുന്നത്, അതുപോലെയാണ് ഇതിനകത്ത് ഈ ഓഫീസിൽ റെസീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ പോകേണ്ടത്, ഞാനിവിടെ കൺട്രോൾ ഹോം പ്രസ് ചെയ്യാണ്. Control plus home. Visited link graphic file logo. ഇവിടുന്ന് ഈ ഫയലിനകത്തോട്ട് കയറണം. അപ്പൊ ഞാനിവിടെ ലാൻഡ് മാർക്കിലോട്ട് പോകാനുള്ള പ്രസ് ചെയ്യാണ്. Complementary landmark left side menu toggle button collapsed. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മെയിൻ നാവിഗേഷൻ മെനു ഉണ്ട്, അതിനകത്ത് എക്സ്പാൻഡ് ചെയ്യാം. അതല്ലെങ്കിൽ Primary navigation landmark list with 8 items home graphic visited link. പ്രൈമറി നാവിഗേഷനിൽ ഹോം എന്ന് കൊടുത്തിട്ടുണ്ട്, ടാബ് Tab. ചെയ്യുന്നു. E-file graphic e-file visited link. ഈ ഫയൽ, ഇതിനകത്താണ് നമ്മൾ കയറുന്നത്. ഈ ഫയലിൽ എൻ്റർ ചെയ്യുന്നു ഞാൻ. Enter. Welcome to e-office solution busy. Graphic file inbox list heading level 1. എന്താണ് പറഞ്ഞത്? ഫയൽ ഇൻബോക്സ്. നമുക്കൊന്ന് ഇൻസേർട്ട് T പ്രസ് ചെയ്യാം. NVDA plus T. File inbox list e-office Mozilla Firefox. കണ്ടോ, ഫയൽ ഇൻബോക്സ്. Error while connect alert. ഇവിടെ നമുക്ക് കൺട്രോൾ ഹോം പ്രസ് Control ചെയ്യാം. plus home heading. വീണ്ടും ഞാൻ പ്രസ് Skippy ചെയ്യുന്നു. navigation landmark skip to main content button. ഇതൊരു ലാൻഡ്മാർക്ക് ആണ്. വീണ്ടും പ്രസ് Banner ചെയ്യുന്നു. landmark e-office logo graphic visited link. Primary navigation landmark list with 11 items receipt button collapsed. ഇവിടെ ഫസ്റ്റ് തന്നെ പ്രൈമറി നാവിഗേഷനിൽ ഫസ്റ്റ് തന്നെ എന്താണ്? റെസീറ്റ് ആണ്. റെസീറ്റ് എന്താണ്? ഒരു കൊളാപ്സ് ബട്ടൺ ആണ്. ഞാനത് എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു. Expanded. ഇവിടെ ടാബ് Tab. ചെയ്യുന്നു. List with 7 items. Browse and diarize menu button collapsed sub menu. ബ്രൗസ് ആൻഡ് ഡയറൈസ് സബ് മെനു, അല്ലെ? സബ് മെനു എന്ന് പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. അവിടെ സ്പേസ് ബാർ പ്രസ് ചെയ്യുന്നു. Expanded. Browse and diarize.
ഇവിടെ ടാബ് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് നോക്കിക്കോളൂ. Tab. List with one item. Clickable electronic visited link. ഇലക്ട്രോണിക്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? എൻറ്റർ ചെയ്യുന്നു. ഇലക്ട്രോണിക് നമ്മൾ എപ്പോഴും എന്താണ്, നമ്മൾ ഒരു ഫിസിക്കലായിട്ടുള്ള വന്നിട്ടുള്ള ഫയലിനെ ഈ ഫയൽ ആക്കുകയാണ്. അപ്പൊ ഇലക്ട്രോണിക് ഫയൽ ആക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? എൻറ്റർ ചെയ്യുന്നു. Enter. Electronic receipt creation page. eOffice. Electronic receipt creation page. Heading level 1. എന്താ പറഞ്ഞ? ഇലക്ട്രോണിക് റെസീറ്റ് ക്രിയേഷൻ പേജ് ഹെഡിങ് അല്ലെ. ഞാനിവിടെ നമുക്ക് ഫയൽ നമ്മൾ സ്കാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫയൽ അപ്ലോഡ് ചെയ്യണം. അതിന് ഞാനൊന്ന് ഹെഡിങ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എച്ച് പ്രസ് ചെയ്യാണ്. Main landmark PDF upload. Heading level 2. എന്താ പറഞ്ഞ? PDF അപ്ലോഡ് അല്ലെ. ഇവിടെ ഞാൻ ടാബ് Tab. ചെയ്യുന്നു. Upload. Required browse. Button. ബ്രൗസ് ബട്ടൺ കിട്ടിയല്ലോ. നമുക്ക് സ്പേസ് ബാർ പ്രസ് ചെയ്യാം. File upload dialog. File name. File name. Combo box collapsed. ഫയൽ നെയിം ചോദിക്കുകയാണ്. ഞാൻ ഇവിടെ ഒരു ഫയൽ സെലക്ട് ചെയ്യാണ്. Shift plus tab. Items view list. Date modified. Split button collapsed. Shift plus tab. The date grouping expanded. Document not selected. 1 of 57. ഇതിനകത്ത് ഞാൻ ഒരു ഫയൽ സെലക്ട് ചെയ്യാണ്. S. Yesterday grouping expanded. State life insurance. Earlier this year grouping expanded. Statement October 8th of 57. നമുക്ക് S. Statement November 9th of 57. P. A long time ago grouping expanded. PSC application 56 of 57. PSC ആപ്ലിക്കേഷൻ ഉണ്ട്. ഞാൻ ഇന്നൊരു ഫയൽ സെലക്ട് ചെയ്യാം. Abero. Windows Movie Maker 2020. Abero. Basic Advanced Computer Course for Government Employees. Abero. Spelling Tools 3260. Abero. Windows 10 Resources 50. Abero. My Abero. Al Arabian Novel Factor. Abero. Install Temp Kurzweil. Abero. Install Temp. Abero. Not 015. Abero. 1,000,006. Abero. New Statement 40. Abero. Go. Ms. Right for Abero. NGO Codders down arrow. Go. Ms. Right parenthesis. Abero. NGO Codders Order 6.202343 of 50. ഓക്കെ, ഞാനിത് സെലക്ട് ചെയ്യാണ്. Electronic receipt creation page. eOffice. Mozilla Firefox. Successfully uploaded. Electronic receipt creation page. eOffice document. Button upload. Required browse. എന്താ പറഞ്ഞ? സക്സസ്ഫുള്ളി അപ്ലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ താഴെയുള്ള ഓപ്ഷൻസ് ഒന്ന് കാണിക്കുകയാണ്. ഡൗൺ ഏരോ പ്രസ് ചെയ്യാം. Down arrow. Clickable upload. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നേരത്തെ നമ്മൾ വന്നിട്ടുള്ള അതേ ഓപ്പൺ ഫയൽ ഡയലോഗ് ബോക്സ് വരും. Down arrow. Required. Down arrow. Button remove. കണ്ടോ, ഇവിടെ ബട്ടൺ റിമൂവ് ബട്ടൺ ഉണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയൽ മാറിപ്പോയെങ്കിൽ ഇവിടെ റിമൂവ് ചെയ്ത് വീണ്ടും അപ്ലോഡ് ചെയ്യാൻ കഴിയും. Down arrow. PDF only less equals 20 MB star. കണ്ടോ, PDF ഓൺലി 20 MB 20 MB വരെ അപ്ലോഡ് ചെയ്യാൻ കഴിയുള്ളൂ. അതിന്റെ ഇൻസ്ട്രക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. Down arrow. Button skip to PDF content. ബട്ടൺ സ്കിപ്പ് ടു PDF ഉണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്ത PDFന്റെ കണ്ടന്റ് അവിടെ വന്നിട്ടുണ്ട്. നമ്മളത് വായിക്കുന്നില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വീണ്ടും H പ്രസ് ചെയ്യാണ്. ഇതിനകത്ത് എന്തൊക്കെ കൊടുക്കാനുണ്ടെന്ന് നോക്കാം. അതായത് ഇതിനകത്ത് ഇനി PDF വായിക്കും. അവിടെ സൂം ഇൻ, സൂം ഔട്ട്, പ്രിന്റ്. നമ്മൾ നോർമലി ഒരു PDF ഒരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഡയലോഗ് ഇതൊക്കെ ബട്ടൺസ് ഒക്കെ അവിടെ കാണാൻ കഴിയും. വീണ്ടും H പ്രസ് ചെയ്യാണ്. Diary details heading level 2. ഡയറി ഡീറ്റെയിൽസ്. ഓക്കെ, നമ്മളൊരു രജിസ്റ്ററിൽ ഒരു സാധനം എൻ്റർ ചെയ്യുന്ന പോലെയാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നത്. ഡയറി ഡീറ്റെയിൽസ് എന്തൊക്കെയാ വരുന്നത് നോക്കാം. നമുക്കൊന്ന് ടാബ് പ്രസ് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ടാകും. Tab. Forms of communications required star combo box collapsed editable opens list letter. ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതൊരു ലെറ്റർ ആണോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് Down arrow. Meeting notice. മീറ്റിംഗ് നോട്ടീസ്. Down arrow. Minutes of meeting. മിനിറ്റ്സ് ഓഫ് Down മീറ്റിംഗ്. arrow. Note. നോട്ട്. Down arrow. Notification. Down നോട്ടിഫിക്കേഷൻ. arrow. Office memorandum. ഓഫീസ് മെമ്മോ. Down arrow. Order. Down arrow. PMO reference. PMO Down arrow. Reminder. Down റിമൈൻഡർ. arrow. U.O. note. Down arrow. Form.choose 1. ഇത്രയാണ് കാണിക്കുന്നത്. നമുക്ക് ഡൗൺ ഏരോ പ്രസ് Down arrow. Acknowledgement. അക്നോളജ്മെന്റ്. Down arrow. Bill. Down arrow. Circular. Down arrow. Demi-official letter. ഡെമി ഒഫീഷ്യൽ. Down arrow. Directions. Down arrow. Document. Down ഡോക്യുമെന്റ്. arrow. Final reply. ഫൈനൽ റിപ്ലൈ. Down arrow. Guideline. Down arrow. Indent. Down ഇൻഡെന്റ്. arrow. Informal. Down ഇൻഫോർമൽ. arrow. Interim reply. ഇന്ററിം റിപ്ലൈ. Down arrow. Interim reply 2. ഇന്ററിം റിപ്ലൈ ടു. Down arrow. Interim reply 3. ഇന്ററിം റിപ്ലൈ ടു. Down arrow. Letter. ലെറ്റർ. Down arrow. Meeting notice. Down മീറ്റിംഗ് arrow. നോട്ടീസ്. Minutes of meeting. ഞാനിവിടെ ഓർഡർ ആണ് കൊടുക്കുന്നത്. എനിക്ക് ഒരു കളക്ടറേറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഓർഡർ ആണ്. Down arrow. Note. Down arrow. Notification. Down arrow. Office memorandum. Down arrow. Order. ഓക്കെ, ഓർഡർ സെലക്ട് ചെയ്തു. ഞാൻ ടാബ് പ്രസ് ചെയ്തു. Tab. Language combo box collapsed editable opens list selected English.
അവിടെ ഇംഗ്ലീഷാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഓർഡർ മലയാളത്തിലാണ്. ഞാനവിടെ Down arrow. Hindi. Selection removed. ഹിന്ദി, Down arrow. Malayalam. മലയാളം ഇതൊക്കെ കോംബോ ബോക്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ മലയാളം കൊടുത്തിരിക്കുന്നു. Tab. Received date edit. Month spin button 05. റിസീറ്റ് ഡേറ്റ് അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. നമുക്കത് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. Tab. Day spin button 16. Tab. Year spin button 2025. Tab. Calendar button collapsed. ഇവിടെ കലണ്ടർ ഉണ്ട്, പക്ഷെ നമുക്കത് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവുന്നതാണ്. ഇതിന്റെ താഴെ വീണ്ടും ടാബ് Tab. ചെയ്യണം. Letter date edit. Month spin button. ലെറ്റർ ഡേറ്റ് ചോദിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ലെറ്റർ നമുക്ക് എന്നാണ് ഈ ലെറ്റർ കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്നാണ് ഈ ലെറ്റർ സെൻഡ് ചെയ്തിട്ടുള്ളത് വേണമെങ്കിൽ സെലക്ട് ചെയ്തോ. ഞാനിവിടെ Numlock numpad 2. 2. Day spin button. Invalid entry. 02 മന്ത് 02 കൊടുക്കുകയാണ്. ഡേറ്റ് നമുക്കൊരു 25. Numlock numpad 5. 5. Year spin button. ഇയർ ചോദിക്കുന്നു 2020. Numlock numpad 5. 5. 2025. അപ്പോൾ ഇവിടെ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് Tab. 2025. Calendar button collapsed. കലണ്ടറിനകത്ത് നിന്ന് ചെയ്യാൻ പറ്റും. കലണ്ടർ നമുക്ക് ആക്സസിബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. വീണ്ടും ഞാൻ അവിടെ നിങ്ങൾക്ക് കലണ്ടർ വേണമെങ്കിൽ ഇതാ ഞാനിവിടെ എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചു തരാം. Expanded. Alert. Chrome/global/ കലണ്ടർ Tab. വന്നിട്ടുണ്ട്. Clear button. അവിടെ കണ്ടോ ക്ലിയർ ബട്ടൺ ഉണ്ട്. Shift plus tab. February 2025 table 25. ഫെബ്രുവരി ഞാനിപ്പം അവിടെ ഫെബ്രുവരി കൊടുത്തോണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. Shift plus tab. Next month button. നെക്സ്റ്റ് Shift മന്ത് plus ഉണ്ട്. tab. February 2020. Shift plus tab. Previous month button. പ്രീവിയസ് മന്ത് എനിക്ക് വേണമെങ്കിൽ ജനുവരി ആക്കണമെങ്കിൽ ഞാൻ ജനുവരി ആക്കാം. Space. Tab. ജനുവരി ആക്കി. January 2025 button collapsed. Tab. Oh. Next tab. January 2020 down arrow. 1 not selected row 2. ഇവിടെ വന്ന് വീണ്ടും നെക്സ്റ്റ് മന്ത് ടാബ് ചെയ്തപ്പം ഡേറ്റ് ലിസ്റ്റിലോട്ട് വന്നു, അതായത് ഡേ ലിസ്റ്റിലോട്ട് Down വന്നു. arrow. 8 not selected down arrow. 15 not selected down arrow. 22 not right arrow. 23 not selected row 6 sun column right arrow. 24 not selected mon column 2. ഞാൻ 24 മൺഡേ കൊടുത്തിരിക്കുകയാണ്. നമുക്കിവിടെ എന്ത് Tab. ചെയ്യണം? Clear button. Tab. Previous month button. Shift plus tab. Clear button. Shift plus tab. February 2025 table. Right 25 Tuesday column 3 left arrow. 24 not selected mon column 2. ഞാനിവിടെ എൻ്റർ Enter. കൊടുക്കുകയാണ്. Electronic receipt creation page. E-office document. Button collapsed. Calendar collapsed. ഷിഫ്റ്റ് ടാബ് പ്രസ് Year ചെയ്യാം. spin button 2025. Shift plus tab. Day spin button 24. Shift plus tab. Month spin button 02. ഓക്കെ. Tab. Day spin button 24. Tab. Year spin button 2025. Tab. Tab. Letter reference number edit. As autocomplete blank. ലെറ്റർ റെഫറൻസ് നമ്പർ ആണ്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലെറ്ററിനകത്തുള്ള റെഫറൻസ് നമ്പർ ഇവിടെ കൊടുക്കാം. ഇത് മാൻഡേറ്ററി ഫീൽഡ് അല്ല, സ്റ്റാർ ചെയ്തിട്ടുള്ള ഫീൽഡ് അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ്, കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഞാനിവിടെ 7. A 7// Numlock numpad 8. 5188 //202 5. ഇങ്ങനെ കൊടുക്കുകയാണ്. 2025 // T V P M. ഓക്കെ, ഞാൻ അതിന്റെ റെഫറൻസ് നമ്പർ കൊടുത്തു. Tab. TVPM. Delivery mode required star combo box collapsed editable opens list selected by hand. കണ്ടോ, ഡെലിവറി മോഡ് സ്റ്റാർഡ് ആണ്, അതായത് നമ്മളിത് മാൻഡേറ്ററി ആയിട്ട് സെലക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കാം. ഡൗൺ ആരോ പ്രസ് Down arrow. Courier. Selection removed. കൊറിയർ, Down arrow. Diplomatic bag. ഡിപ്ലോമാറ്റിക് ബാഗ്, Down arrow. Electronic. Down arrow. Email. Down arrow. Fax. Down arrow. File. Down arrow. Ordinary post. ഓർഡിനറി പോസ്റ്റ്, Down arrow. Registered post. രജിസ്റ്റർ, Down arrow. Self. Down arrow. Special messenger. സ്പെഷ്യൽ Down മെസ്സേജ്. arrow. Speed post. Down arrow. Form. Choose one. ഇത്രയാണ്. Down arrow. Electronic. Down arrow. Fax. Down arrow. File. Down arrow. Ordinary post. ഞാൻ ഓർഡിനറി പോസ്റ്റ് സെലക്ട് ചെയ്തു. ടാബ് ചെയ്യാം. Tab. Mode number edit. As autocomplete blank. മോഡ് നമ്പർ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം, അതായത് നമ്മുടെ ബാർകോഡ് നമ്പർ, അതായത് നമ്മൾ സ്പീഡ് പോസ്റ്റോ രജിസ്റ്റേർഡോ ആയിട്ട് അയക്കുമ്പോൾ നമുക്കൊരു റെസീറ്റ് കിട്ടും, അതിനകത്ത് ബാർകോഡ് നമ്പർ ഉണ്ടാവും. അത് വേണമെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. Tab. Sender type combo box collapsed editable opens list blank. ഇത് കമ്പൽസറി അല്ല, ഞാൻ കൊടുക്കുന്നില്ല. സെൻഡർ Tab. മോഡാണ്. VIP combo box collapsed editable opens list blank. ഇത് മാൻഡേറ്ററി ആയിട്ടുള്ള ഫീൽഡ് അല്ല. Tab. Clickable main landmark add to address book checkbox not checked collapsed sub menu. ഇവിടെ ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ടത് അഡ്രസ് ബുക്കാണ്. നമ്മൾ എവിടുന്നാണ് വന്നിട്ടുള്ളതെന്നൊക്കെ മെൻഷൻ ചെയ്യണം. Tab. min./department./others edit. As autocomplete select level blank. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് Tab. min./department./others button. Tab. Name partial required star edit. As autocomplete blank. നെയിം ആണ് ചോദിക്കുന്നത്, എവിടുന്ന് വന്നു എന്നുള്ള നെയിം ആണ് ചോദിക്കുന്നത്.
ഞാനിപ്പോൾ ഇവിടെ എൻ്റെ പേര് കൊടുക്കാം. YSHNAV. ഓക്കെ, Tab. ടാബ് List ചെയ്യാം. of clickable ignition par. Tab. Designation partial required star edit blank. ഡെസിഗ്നേഷൻ ചോദിക്കുന്നു. CLERK. ക്ലർക്ക് കൊടുത്തു. Tab. Clerk. Organization edit as autocomplete blank. ഇത് മാൻഡേറ്ററി അല്ല, കൊടുക്കണമെന്നില്ല. Tab. Mobile edit as autocomplete blank. മൊബൈൽ നമ്പർ ചോദിക്കുകയാണ്. 9946. Backspace 676406. Backspace 754. അതെ, മൊബൈൽ Tab. നമ്പർ കൊടുത്തു. 754. Email edit as autocomplete blank. ഇമെയിൽ ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ ഇമെയിൽ കൊടുക്കുന്നു. VSHNAVCHAPS. Vishnavchuks GAIL gmail.com. ഓക്കെ, ഇനി ടാബ് ചെയ്യാം. Tab. Com. Address required star edit multi-line blank. അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ അഡ്രസ്സ് കൊടുക്കുകയാണ്. നമുക്ക് ഏതെങ്കിലും അഡ്രസ്സ് കൊടുക്കാം. 3535/392 300 NGO QUARTERS quarters ELARANOOR Milaranur space KARAAA. ഓക്കെ, അഡ്രസ്സ് കൊടുത്തിരിക്കുകയാണ്. Tab. Karamana. Country combo box collapsed editable opens list selected India. കൺട്രി ചോദിക്കുന്നു. ഓട്ടോമാറ്റിക്കലി ഇന്ത്യ Tab. വന്നിട്ടുണ്ട്. State combo box collapsed editable opens list blank. സ്റ്റേറ്റ് ചോദിക്കുകയാണ്. ഞാനിവിടെ കേരളയ്ക്ക് KER എന്ന് ടൈപ്പ് ചെയ്യാണ്. KER. ഡൗൺ Down ആരോ arrow. പ്രസ് ചെയ്യാം. Sikkim. Up arrow. Rajasthan. KER. Down arrow. Lakshadweep. Up arrow. Kerala. ഓക്കെ, കേരള വന്നു. ടാബ് Tab. ചെയ്യാം. City/district edit as autocomplete blank. സിറ്റി ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് ആണ്. ഞാനിപ്പോൾ ഇവിടെ സിറ്റി കൊടുക്കുകയാണ്. POOJAPURA. ഓക്കെ, Tab. Bhupapura. Pin code spin button as autocomplete editable blank. പിൻകോഡ് Numlock numpad 2. പിൻകോഡ് Tab. കൊടുത്തു. 695,012. Landline edit as autocomplete blank. ലാൻഡ് ലൈൻ ഉണ്ടെങ്കിൽ Tab. കൊടുക്കാവുന്നതാണ്. Fax edit as autocomplete blank. ഫാക്സ് ഉണ്ടെങ്കിൽ Tab. കൊടുക്കാം. Main category required star combo box collapsed editable opens list blank. മെയിൻ കാറ്റഗറിയാണ്, റിക്വയർഡ് ആണ്. എന്താണെന്ന് നോക്കാം നമുക്ക്. വേണമെങ്കിൽ ഞാൻ എസ്കേപ്പ് അടിച്ച് എന്താണ് അതിന്റെ ടൈപ്പ് Escape. നോക്കാം. Up arrow. Clickable main landmark star. Up arrow. Required. Up arrow. Main category. Up arrow. Heading level 2 category and subject. Up arrow. Edit as autocomplete. കാറ്റഗറിയും സബ്ജക്റ്റും ആണ് Tab. ചോദിക്കുന്നത്. Edit as autocomplete blank. Down എന്താണെന്ന് arrow. നോക്കാം. Blank. Tab. Subject required star at shift plus tab. Subject field is required shift plus tab. Subcategory combo box collapsed editable shift plus tab. Main category required star combo box collapsed editable opens list blank. Space. List. Form.choose 1 of 12. അതെ, ഞാനത് എക്സ്പാൻഡ് ചെയ്തു. ഡൗൺ ആരോ Down കൊടുക്കാം. arrow. Accounts 2 of 12. Down അക്കൗണ്ട്സ് arrow. Administration 3 of 12. അഡ്മിനിസ്ട്രേഷൻ, Down arrow. Court case 4 of 12. Down arrow. കോർട്ട്, Establishment 5 of 12. Down എസ്റ്റാബ്ലിഷ്മെന്റ്, arrow. Finance. Budget. Cash. And accounts 6 of 12. ഫൈനാൻസ്, ബഡ്ജറ്റ് ആൻഡ് Down ക്യാഷ്. arrow. General 7 of 12. Down arrow. Projects 8 of 12. Down arrow. RTI 9 of 12. Down arrow. Technical 10 of 12. Down arrow. Training 11 of 12. Down arrow. Vigilance 12 of 12. Down arrow. Form.choose 1 of 12. ഇത്രയാണ്. ഞാനിവിടെ എസ്റ്റാബ്ലിഷ്മെന്റ് കൊടുക്കുകയാണ്. കാരണം എനിക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷനിലോട്ട് വന്നിട്ടുള്ള ഒരു ഫയലാണ്. Down arrow. Down arrow. Down arrow. Court case 4 of 12. Down arrow. Establishment 5 of 12. അതെ, ടാബ് Tab. ചെയ്യാം. Electronic receipt creation page. E-office document. Tab. Main landmark. Subcategory combo box collapsed editable opens list blank. ഇത് എക്സ്പാൻഡബിൾ ആണ്. വേണമെങ്കിൽ കൊടുക്കാം, Space. കമ്പൽസറി അല്ല. List. Form.choose 1 of 36. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നോക്കാം. Down arrow. Allowances 2 of 36. അലവൻസസ്, Down arrow. Casual leave, including special leave 3 of 36. കാഷ്വൽ Down arrow. Confidential/assessment report 4 of 36. Down arrow. Creation and classification of posts 5 of 36. Down arrow. Delegation of power 6 of 36. Down arrow. Departmental examination 7 of 36. Down arrow. Deputations and delegations 8 of 36. Down arrow. Extension of service 9 of 36. Down arrow. Forwarding of applications 10 of 36. Down arrow. Honorarium/awards 11 of 36. Down arrow. Increment 12 of 36. Down arrow. Leave, other than study leave and casual leave 13 of 36. Down arrow. Medical examination 14 of 36. Down arrow. Nomination of employees 15 of 36. Down arrow. No objection certificate for issue of passport, arms licenses, etc. to government servants 16 of 36. Down arrow. No objection certificate for registration with Employment Exchange Organization 17 of 36. Down arrow. Pay/special pay 18 of 36. Down arrow. Pension/retirement 19 of 36. Down arrow. Personal files, gazetted 20 of 36. Down arrow. Personal files, non-gazetted 21 of 30. Down arrow. Postings and transfers 22 of 36. Down arrow. Probation/confirmation 23 of 36. Down arrow. Promotion/reversion 24 of 36. Down arrow. Recruitment 25 of 36. Down arrow. Re-employment 26 of 36. Down arrow. Resignation 27 of 36. Down arrow. Retrenchment 28 of 36. Down arrow. Review for determining suitability of employees for continuance in service 29 of 36.
Down arrow. Review of cadre / services 30 of 36. Down arrow. Scheduled casts and scheduled tribes 31 of 36. Down arrow. Seniority 32 of 36. Down arrow. Service records 33 of 36. Down arrow. Study leave 34 of 36. Down arrow. Training / scholarships / fellowships India and abroad 35 of 36. Down arrow. Verification / re-verification of character and antecedents 36 of 36. ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. Home. ഞാനിവിടെ Down arrow. Form.choose 1 down arrow. Allowances 2 of down arrow. Casual leave down arrow. Confidentials down arrow. Creation and class down arrow. Delegation of powers down arrow. Departmental exam down arrow. Deputations and down arrow. Extension of serve down arrow. Forwarding of applet down arrow. Honorarium down arrow. Increment 12 down arrow. Leave other down arrow. Medical exam down arrow. Nomination of a down arrow. No objections down arrow. No object down arrow. Pay / special down arrow. Pension / ret down arrow. Personal files down arrow. Personal files non-gazetted 21 of 36. ഇത് കൊടുക്കുകയാണ്. ടാബ് Tab. ചെയ്യാം. Electronic receipt creation page. E-office document. Tab. Main landmark. Subject required. Star subject field is required. Edit as autocomplete multi-line subject lang. സബ്ജക്റ്റ് ആണ് ചോദിക്കുന്നത്. ഞാനിവിടെ സബ്ജക്റ്റ് G. Subject G / O space REGARD regarding space GOVT government space QUARTERS. ഓക്കെ, സബ്ജക്റ്റ് കൊടുത്തു. ടാബ് Tab. ചെയ്യാം. Quarters. Enclosure / remarks edit multi-line blank. എൻക്ലോഷറോ റിമാർക്സോ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. പ്രത്യേകിച്ച് ഒന്നുമില്ല. Tab. Personalize acknowledgement checkbox not checked. ഇത് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്? ഇപ്പം പേഴ്സണലായിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഇപ്പോൾ പുറത്തുനിന്നൊരു ആപ്ലിക്കേഷൻ പബ്ലിക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ടെക്നോളജിമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ പണ്ട് മെസ്സേജും ഇതൊക്കെ പോവുമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് Tab. Generate button. ഇവിടെ 3 ബട്ടൺസ് ഉണ്ട്. ജനറേറ്റ് Tab. ഉണ്ട്, Generate and send button. ജനറേറ്റ് ആൻഡ് സെൻഡ് ഉണ്ട്, Tab. Generate and copy button. ജനറേറ്റ് ആൻഡ് കോപ്പി ഉണ്ട്. അപ്പൊ ഞാനിവിടെ Shift plus tab. Generate and send but shift plus tab. Generate button. ഇവിടെ ജനറേറ്റ് ബട്ടൺ ഉണ്ട്. ജനറേറ്റ് ആൻഡ് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റെസീറ്റ് ക്രിയേറ്റ് ആയി സെൻഡ് ആവും. നമ്മളിവിടെ ജനറേറ്റ് കൊടുക്കുകയാണ്. നമുക്ക് നോക്കാം. Enter. Success receipt :16,007 alert. Success receipt :16,749/2025/KFBEF successfully created. Success receipt :16,749/2025/KFBEF successfully created. Inner page of receipt with number 16,749/2025/KFBEF heading level 1. കേട്ടോ, അവിടെ റെസീറ്റ് ക്രിയേറ്റ് ആയി. റെസീറ്റ് നമ്പർ പറഞ്ഞു 16,349/2025/KFBEF അല്ലേ? അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു റെസീറ്റ്. ഇപ്പൊ നമ്മളൊരു റെസീറ്റ് ക്രിയേറ്റ് ചെയ്തുള്ളൂ. ഇനി ഇതിനെ എന്ത് ചെയ്യണം? നമുക്ക് ഫയലാക്കണം. നമ്മളിത് രജിസ്റ്ററിൽ ആഡ് ചെയ്തു. ഇനി അതിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഫയൽ നമ്പർ ഇട്ട് ഫയലാക്കണം. ആ പ്രോസസ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.